സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷയർപ്പിച്ച് പാലക്കാട് കഞ്ചിക്കോട്ടെ വ്യവസായികൾ. സംരംഭകരെ ആകർഷിക്കാൻ വ്യവസായ മേഖലയിൽ അടിസ്ഥാന സൌകര്യ വികസനം ഫലപ്രദമായി നടപ്പാക്കുന്ന ബജറ്റിലാണ് പ്രതീക്ഷയെന്ന് കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം ഭാരവാഹികൾ പറയുന്നു. സംസ്ഥാന ബജറ്റിൽ വലിയ പ്രതീക്ഷയിലാണ് വ്യവസായ ലോകവും. വ്യവസായ മേഖല വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത് മറികടക്കാൻ സംസ്ഥാന ബജറ്റിൽ സർക്കാരിന് എന്ത് ചെയ്യാനാവും എന്നുള്ളതാണ് പ്രധാനമായും ഉറ്റുനോക്കുന്നത്. എന്തായാലും നമ്മുടെ കൂടെ ഇപ്പോൾ ഇൻഡസ്ട്രിയൽ ഫോറം കഞ്ചിക്കോടുള്ള വ്യവസായ സ്ഥാപനങ്ങളിലുള്ള ആളുകൾ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. അതിന്റെ ഭാരവാഹികളാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം നമുക്ക് അവരിലേക്ക് പോവാം. എങ്ങനെയാണ് ഈ പ്രതീക്ഷ വരുന്ന സംസ്ഥാന ബജറ്റ് വരാനിരിക്കുന്നു? എന്തൊക്കെയാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത്? പ്രധാനമായും നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വലിയൊരു പ്രതീക്ഷയാണ് ഞങ്ങൾ ഈ ഒരു ബഡ്ജറ്റിൽ കാത്തിരിക്കുന്നത്. നമുക്കിവിടെ നമ്മുടെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചറുകൾ മാത്രമേ ഉള്ളൂ. അത് അന്ന് ഒരു 30 വർഷം മുമ്പ് ഉണ്ടായ അടിസ്ഥാന സൗകര്യങ്ങൾ മാത്രമേ ഇപ്പോഴുള്ളൂ. അവിടെ ഈവൻ നമുക്കൊരു കുടിവെള്ളമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല. അതാണ് ഞങ്ങളൊരു വലിയൊരു കഴിഞ്ഞ കാലങ്ങളിൽ ബജറ്റിൽ വലിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നു. അതിൽ ഏതെങ്കിലും നടപ്പാക്കാത്തതോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കേരളത്തിന്റെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ് കഞ്ചിക്കോട് വഴി തുടങ്ങുന്ന വ്യവസായ ഇടനാഴി, ബാംഗ്ലൂർ കൊച്ചി വ്യവസായ ഇടനാഴി. ഇത്രയും വലിയൊരു പദ്ധതി, ആയിരക്കണക്കിന് പുതുതായിട്ട് വ്യവസായ സംരംഭങ്ങൾ വരാൻ പോകുന്ന ഒരു പദ്ധതി 1700 ഏക്കറോളം സ്ഥലം ഏറ്റെടുക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു പദ്ധതി വരുമ്പം പോലും നേരത്തെ പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇപ്പൊ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ വ്യവസായ പ്രദേശമാണ് കഞ്ചിക്കോട്. 600ഓളം സ്ഥാപനങ്ങൾ അവിടെ പ്രവർത്തിക്കുന്നു. അവിടേക്ക് വേണ്ട ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് പോലും ഇപ്പോഴും അപര്യാപ്തമാണ്. അവിടുത്തെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള PWD റോഡ് അതിപ്പോഴും തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. അതിന്റെ റീടെൻഡറിംഗ് ആയി എന്ന് പറയുന്നു, പക്ഷെ അതിപ്പോഴും പണി നടക്കുന്നില്ല. അവിടെ കുടിവെള്ളം ലഭ്യമല്ല വ്യവസായങ്ങൾക്ക്. അവിടുത്തെ വൈദ്യുതി കഴിഞ്ഞ ഒരു 5-6 കൊല്ലമായിട്ട് നിരന്തരമായ പവർ കട്ടുകളാണ്. ഈ ഒരു മാസം ജനുവരി മാസം മാത്രം 7 പ്രവൃത്തി ദിനങ്ങളാണ് അവിടുത്തെ വ്യവസായങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. അപ്പോൾ അതിപ്പോഴും 30 വർഷം പഴക്കമുള്ള ഒരു വൈദ്യുതി വിതരണ ഇൻഫ്രാസ്ട്രക്ചറാണ്. അത് ഞങ്ങൾ പലതവണയായിട്ട് സർക്കാരിന് നിവേദനങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഒരു 60 കോടിയോളം രൂപ ചെലവാക്കിയാൽ മാത്രമേ അതിനെ ഒരു റീജുവനേറ്റ് ചെയ്ത് അല്ലെങ്കിൽ അതിനെ റിവൈവ് ചെയ്തെടുക്കുകയോ അല്ലെങ്കിൽ അതിനെ മോഡേണൈസ് ചെയ്യാനും പറ്റുള്ളൂ. അപ്പം അത് വരാത്തത് കാരണം സർക്കാരിനും വ്യവസായങ്ങൾക്കും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ്. പിന്നെ അവിടെ വ്യവസായ ഭൂമി വ്യവസായ മന്ത്രി P. രാജീവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ. അതെ, ഇപ്പം ഏറ്റവും അവസാന നവകേരള സദസ്സിലും നമ്മൾ ഇതെല്ലാം നിവേദനം നൽകിയിട്ടുണ്ട്. വ്യവസായ മന്ത്രിക്കും അതുപോലെ വൈദ്യുതി മന്ത്രിക്കും നമ്മൾ നിവേദനങ്ങൾ നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് അടക്കം നമ്മൾ നിവേദനം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 2 മാസം മുമ്പ് വ്യവസായ മന്ത്രിയുടെയും വൈദ്യുതി മന്ത്രിയും കൂടെ ചേർന്നൊരു യോഗമൊക്കെ നടത്തി ഇതിനു വേണ്ട താൽക്കാലികമായ പരിഹാരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷെ പലപ്പോഴും സർക്കാരിന്റെ ഒരു ഫണ്ട് ഷോർട്ടേജ്, ഫിനാൻഷ്യൽ ക്രൈസിസ് ഇതിനെ ബാധിക്കുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പം ഈ വ്യവസായങ്ങൾ വളർന്നാൽ മാത്രമേ സർക്കാരിന് കൂടുതൽ വരുമാനം ലഭിക്കുകയുള്ളൂ. അപ്പൊ ഈ ഒരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് വ്യവസായങ്ങൾക്ക് വളർച്ചയില്ലേ? പാലക്കാട്ടെ വ്യവസായങ്ങൾക്ക് പൊതുവെ വളർച്ചയില്ലെന്ന് തന്നെയാണോ കരുതുന്നത്? വളർച്ചയില്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് വിപണിയിലെ ഒരു മാന്ദ്യം വ്യവസായങ്ങളെയും ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഇൻഫ്രാസ്ട്രക്ചർ കാറ്റഗറീസായ കൺസ്ട്രക്ഷൻ കാറ്റഗറി, ഇരുമ്പുരുക്ക് വ്യവസായങ്ങൾ, അതുപോലെ സിമന്റ്, അത് അങ്ങനെയുള്ള പ്രൈമറി വ്യവസായങ്ങളെ അവരുടെ ഈ വിപണിയിലുള്ള ഒരു മാന്ദ്യം അവരെയും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വിപണിയെ ഉണർത്തുവാനായിട്ടുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ, അതുപോലെ തന്നെ സർക്കാരിന്റെ പ്രൊക്യൂർമെന്റ് ഈ കേരളത്തിൽ തന്നെയുള്ള വ്യവസായങ്ങളിൽ നിന്ന് കൂടുതൽ എടുക്കാനായിട്ടുള്ള ശ്രമങ്ങൾ അത് സർക്കാർ നടത്തേണ്ടിയിരിക്കുന്നു. ഇവിടെ നടക്കുന്ന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ഇവിടുത്തെ വ്യവസായങ്ങളിൽ നിന്ന് തന്നെ വിഭവങ്ങൾ സമാഹരിക്കുകയാണെങ്കിൽ ഇവിടുത്തെ വ്യവസായങ്ങൾക്ക് അത് ഉണർവ് നൽകാൻ സഹായകരമാകും. അതുപോലെ തന്നെ എന്താണ് ഈ ബജറ്റിൽ പ്രധാനമായിട്ടും ഇപ്പോൾ വരാനിരിക്കുന്ന ബജറ്റിൽ നിങ്ങൾ ആവശ്യപ്പെടുന്നത്? എന്താണ് പ്രധാനമായിട്ടും? ഞങ്ങളിപ്പം ബേസിക്കലി ഇലക്ട്രിസിറ്റി ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഒന്ന് ഓഗ്മെന്റ് ചെയ്യേണ്ടത്, അപ്ഗ്രേഡ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. കാരണം അണ്ടർഗ്രൗണ്ട് കേബിൾസുകൾ ഇട്ടിട്ട് ഒരു ഫീഡർ, ഒരു പോസ്റ്റിൽ തന്നെ 3 മൾട്ടി ഫീഡറുകളുള്ള ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഉള്ളത്. അത് ഒരു ഫീഡർ ഓഫ് ചെയ്യണം, ഒരു ഹോൾട്ട് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 3-4 ഫീഡർ ഓഫ് ചെയ്യേണ്ട അവസ്ഥയുണ്ട്. അതെല്ലാം മാറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അണ്ടർഗ്രൗണ്ട് കേബിൾ ഇട്ട് ഡിസ്ട്രിബ്യൂഷൻ ഇതൊന്നും റെഡിയാക്കി എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഇപ്പം വ്യവസായികൾ, ഇൻഡസ്ട്രിയിലെ വ്യവസായികൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ബിൽഡിംഗ് ടാക്സ് കളക്ട് ചെയ്യുന്നവർ. പഞ്ചായത്ത് ഇതുവരെ ഞങ്ങളോടൊക്കെ പ്രോമിസ് ചെയ്തിരുന്നത് പഞ്ചായത്തിന് യാതൊരു ജൂറിസ്ഡിക്ഷനും ഇല്ല എന്ന് പറഞ്ഞ് പ്രോമിസ് ചെയ്ത് ഇൻഡസ്ട്രികൾ വന്ന് ഇപ്പം അവർ ഹ്യൂജ് എമൗണ്ട് ബിൽഡിംഗ് ടാക്സ് വേണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ഞങ്ങൾ വ്യവസായികളെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങളുടെ ഒരു കോൺഫിഡൻസ് തന്നെ നഷ്ടപ്പെടുത്തുന്ന പുതിയ ആളുകൾ ഈ മേഖലയിലേക്ക്, ഈ വ്യവസായ മേഖലയിലേക്ക് പുതിയ ആളുകൾ വരുന്നുണ്ടോ? ഇപ്പോൾ സംരംഭങ്ങൾ ഉണ്ടാവുന്നുണ്ട്. പുതിയ സംരംഭങ്ങൾ തീർച്ചയായിട്ടും കടന്നു വരുന്നുണ്ട്. പക്ഷേ ഈ വ്യവസായ ഭൂമിയുടെ ലഭ്യത കുറവ്, അല്ലെങ്കിൽ അത് സർക്കാരിന്റെ ഒരു പിന്തുണ ഇവർക്ക് കിട്ടാത്തതുണ്ടോ? അല്ലെങ്കിൽ സർക്കാരിന്റെ ഒരു സഹായം
ഇല്ല, തീർച്ചയായിട്ടും സർക്കാർ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് വളരെ ഊർജിതമായിട്ട് പുതിയ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരുപാട് റവല്യൂഷണറി ആയിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ K-SWIFT പോലുള്ള സംവിധാനങ്ങളൊക്കെ കൊണ്ടുവന്ന് അത് വളരെയധികം ഉപകാരപ്രദമാണ്. അതുപോലെ സർക്കാർ ഇപ്പോൾ 1 ലക്ഷം സംരംഭങ്ങളുടെ പദ്ധതി വന്നു, സ്കെയിലപ്പ് എന്നുള്ളൊരു പദ്ധതി വന്നു. ഇതെല്ലാം തീർച്ചയായിട്ടും നമുക്ക് വളരെയധികം ഊർജ്ജം നൽകുന്നതാണ്, പുതിയ വ്യവസായങ്ങൾ വരാനും സഹായകരമാണ്. പക്ഷെ അതുപോലെ തന്നെ നിലവിലെ വ്യവസായങ്ങളുടെ പ്രശ്നങ്ങളും കൂടെ പരിഹരിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകേണ്ടതായിരിക്കണം. ഇപ്പം തന്നെ കഞ്ചിക്കോട് ഇത്രയും വലിയൊരു വ്യവസായ മേഖലയിൽ നമുക്കൊരു എക്സിബിഷൻ നടത്താനോ ഒരു ട്രേഡ് സെമിനാർ നടത്താനോ ഒരു കൺവെൻഷൻ സെന്റർ ഇല്ല. കഴിഞ്ഞ 20 വർഷമായിട്ട് ഈ വ്യവസായ മേഖലയുടെ ആവശ്യമാണ്. പലപ്പോഴും മറ്റ് ജില്ലകൾക്ക് ഇപ്പം വ്യവസായ വകുപ്പിന്റെ ഒരു കൺവെൻഷൻ സെന്റർ ഇപ്പം പുതുതായിട്ട് വന്നിരിക്കുന്നത് എറണാകുളത്താണ്. അതുപോലെ തന്നെ ഞങ്ങൾ പാലക്കാടും വേണമെന്നൊരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് കുറെ കാലമായിട്ട്. അതുപോലെ തന്നെ ഇത്രയധികം വ്യവസായങ്ങൾ ഇവിടെ സ്ഥിതി ചെയ്യുന്ന ഇവരുടെ പ്രോഡക്ട്സ് ഇന്ത്യ ഒട്ടാകെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് നമുക്കിവിടെ ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബ്, ഈ റെയിൽവേയും ഹൈവേയും കൂടെ കോർത്തുകൊണ്ട് ഒരു ലോജിസ്റ്റിക്സ് ഹബ്ബ്, മൾട്ടി മോഡൽ ലോജിസ്റ്റിക്സ് ഹബ്ബും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അടുത്ത പ്രതീക്ഷിക്കുന്ന സർക്കാരിന്റെ കയ്യിൽ. ഈ തമിഴ്നാട്ടിലേക്ക് ഇപ്പോൾ ഈ പുതിയ നിക്ഷേപകർ, അതായത് വ്യവസായ മേഖലയിൽ നിക്ഷേപിക്കുന്നത് കൂടുതൽ തമിഴ്നാട്ടിലേക്കും മറ്റും പോകുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ ഇപ്പോൾ കോയമ്പത്തൂരൊക്കെ അത്തരത്തിലുള്ള വർദ്ധിച്ചു വരുന്നുണ്ട്. കേരളത്തിലേക്ക് അത്രത്തോളം ആളുകൾ വരാത്തത് എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ സജീവമാകുന്ന ഒരു കാലം കൂടിയാണ്. കുറേയൊക്കെ വ്യവസായ സൗഹൃദം തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ ഇൻഡസ്ട്രിയൽ ലാൻഡ് പോളിസിയുടെ കുറച്ച് ന്യൂനതകൾ ഉണ്ടായിരുന്നു. അതിപ്പോൾ സർക്കാർ പരിഹരിച്ചു വരികയാണ്. അതിൽ കുറച്ചും കൂടെ കൺഫ്യൂഷൻ മാറാനുണ്ട്. പക്ഷേ അത് മാറുന്നതോടുകൂടി ഈ ഒരു ഒഴുക്ക് തടയാൻ പറ്റും തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനുള്ള പൂർണ്ണ പിന്തുണ ഞങ്ങളും സർക്കാരിന് നൽകുന്നുണ്ട്. ട്രേഡ് യൂണിയൻ സംബന്ധമായ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഒരു 3 വർഷം മുമ്പ് വരെ. അതും കുറഞ്ഞു വരുന്നുണ്ട്. അതിപ്പം ട്രേഡ് യൂണിയനുകളും കൂടുതലൊക്കെ സഹകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച്, സർക്കാരും സംരംഭകരും ട്രേഡ് യൂണിയനുകളും എല്ലാം കൂടെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഈ പുറത്തേക്കുള്ള ഒഴുക്ക് തടയാനാകും. അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള നിക്ഷേപകരെ കൂടുതൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ആകർഷിക്കാനും സാധിക്കും. സർക്കാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിലവിലെ സംരംഭകരാണ് ഈ ഇവിടുത്തെ ഇൻഡസ്ട്രിയുടെ ബ്രാൻഡ് അംബാസഡേഴ്സ്. അപ്പം നിലവിലെ സംരംഭകർ സന്തോഷമായി അവരുടെ കാര്യങ്ങളെല്ലാം നടത്തി കിട്ടിയാൽ മാത്രമേ നമുക്കും കൂടുതൽ പേരെ ഇവിടേക്ക് റെക്കമെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഏതായാലും കൂടുതൽ സംരംഭകർ, അതായത് കൂടുതൽ ആളുകൾ വ്യവസായ മേഖലയിൽ നിക്ഷേപിക്കാൻ കേരളത്തിലേക്ക് എത്തേണ്ടതുണ്ട്. പക്ഷെ അതിന് അടിസ്ഥാന സൗകര്യ വികസനം ഇവിടെ ഉണ്ടാവേണ്ടതുണ്ട് എന്ന് തന്നെയാണ് കഞ്ചിക്കോട് വ്യവസായ ഫോറം ഭാരവാഹികൾ പറയുന്നത്. എന്നാലും അത്തരത്തിലൊരു ഇടപെടൽ ഉണ്ടാവണം. ഒപ്പം തന്നെ ബജറ്റിൽ കാര്യമായി തന്നെ വ്യവസായ മേഖലയ്ക്ക് ഒരു ഊന്നൽ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നുണ്ട്. ക്യാമറാമാൻ പ്രജിത്ത് കോങ്ങാടിനൊപ്പം S. വിനേഷ് കുമാർ, News 18 പാലക്കാട്.